പോൾ പോഗ്ബ തിരിച്ചെത്തുന്നു. മൊണാക്കോയുമായി 2 വർഷത്തെ കരാർ. 18 മാസത്തോളം ഉത്തേജക മരുന്നിന്റെ കേസിൽപ്പെട്ട് പുറത്തിരുന്ന പോഗ്ബ തിരിച്ചെത്തുകയാണ്. ഫുട്ബോൾ ലോകം കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന് വാഴ്ത്തപ്പെട്ട റെക്കോർഡ് തൂക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്ന പോൾ പോഗ്ബ മുടിയുടെ സ്റ്റൈല് കൊണ്ടും ബാർബറിന് കൊടുക്കേണ്ട കാശിന്റെ കണക്ക് കൊണ്ടും വിസ്മയം തീർത്ത പോൾ പോഗ്ബ ഫ്രാൻസിന് വേണ്ടി കിരീടം നേടിക്കൊടുത്ത പോൾ പോഗ്ബ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. കളിക്കുന്ന ശൈലിയിലും സ്കില്ലിലും എല്ലാം വെറൈറ്റി ഉണ്ടായിരുന്ന ഇദ്ദേഹം കുറച്ച് നാളായി മിസ്സിംഗ് ആണ്. ഉത്തേജക മരുന്നിന്റെ കേസിൽപ്പെട്ട് 18 വർഷത്തോളം വിലക്ക് നേരിടേണ്ടി വന്ന പോഗ്ബ തിരിച്ചെത്തുന്നത് മൊണാക്കോയുമായി ഒരു കരാർ ഒപ്പിട്ടുകൊണ്ടാണ്. നാളിതുവരെയായിട്ടും കളിച്ചിരിക്കുന്ന 2 ക്ലബിന് വേണ്ടി മാത്രമാണ്. കരിയർ തുടങ്ങുന്നത് 2011-12 സീസണിലാണ് സീനിയർ കരിയർ. യൂത്തിന്റെ അക്കാദമിയിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സീനിയർ ടീമിലേക്ക് എത്തുമ്പോൾ 3 മത്സരം മാത്രം കളിച്ചതിന് ശേഷം 2012 ജുവന്റസിലേക്ക് ചേക്കേറുകയായിരുന്നു. 4 വർഷത്തെ കരിയറിനിടയിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നു. 2013 അണ്ടർ-20 ഫ്രാൻസ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന പോൾ പോഗ്ബ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും കിരീടവും അണ്ടർ-20 വേൾഡ് കപ്പും നേടിക്കൊടുത്തതിന് ശേഷം വളരെ നല്ലൊരു കരിയർ മുന്നോട്ട് പോകുമ്പോൾ 2016 4 വർഷത്തിന് ശേഷം 2017 സീസണിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് 105 മില്യൺ യൂറോ റെക്കോർഡ് തുകയ്ക്ക് 2016 മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറിയായിരുന്നു. 2021 വരെ ആ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ശേഷം കുറെ നാൾക്ക് ശേഷം വീണ്ടും തിരിച്ച് യുവന്റസിലേക്ക് പോകുന്നു. എന്നാൽ അതിനുശേഷം 2024 ചെറിയൊരു അമളി പറ്റുകയാണ്. ഉത്തേജക മരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലാവുന്നതോടുകൂടി പോൾ പോഗ്ബ നേരെ പുറത്തേക്ക്. 2018 ടീമിനെ ഫ്രാൻസ് സീനിയർ ടീമിനെ വിജയത്തിലേക്ക് നയിപ്പിക്കുകയും ഫൈനലിൽ ഗോൾ അടിക്കുകയും ചെയ്ത താരമാണ് പോൾ പോഗ്ബ. വേൾഡ് കപ്പ് ഉൾപ്പെടെ ഒരുപാട് ട്രോഫികളും ഇൻഡിവിജ്വൽ അവാർഡ് 2013 ഗോൾഡൻ ബോയ് അവാർഡ് അടക്കം മേടിച്ച പോൾ പോഗ്ബ എന്ന വിഖ്യാതനായ താരം തികഞ്ഞ ഒരു പെർഫെക്റ്റ് പ്ലെയർ തന്നെയായിരുന്നു. മിഡ്ഫീൽഡേഴ്സിന്റെ ചുരുക്കം മികച്ചവരുടെ ലിസ്റ്റിൽ വളരെ മുൻപന്തിയിലുള്ള താരമായിരുന്നു. ഇനി തിരിച്ചെത്തുന്നു. അതേ ഫോം തുടരാൻ സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. എന്നാലും അദ്ദേഹത്തിന്റെ സ്കില്ലുകളും അദ്ദേഹത്തിന്റെ നല്ല കിടിലൻ പാസുകളും എല്ലാം നമുക്കിനി നോക്കിക്കാണാം. വെയിറ്റിംഗ് ഫോർ പോൾ പോഗ്ബ അറ്റ് മൊണാക്കോ.